പേരെന്താടാ? നീയാണല്ലേ ഈ ഏരിയയിലെ സ്ഥിരം പോക്കറ്റടിക്കാരൻ അല്ലേ? ഡോക്ടർ നന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ. നന്ദകുമാറിനെ ഇറക്കിക്കൊണ്ട് പോയല്ലോ. ഇറക്കിക്കൊണ്ട് പോയോ? ആര്? വരട്ടെ വിശ്വം. ശരി സർ. മിസ്റ്റർ ഇടിക്കുള, താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ എന്ത് നന്ദി പറയാനിരിക്കുന്നു നന്ദകുമാർ? വരട്ടെ. ഓക്കെ, സീ യു. അന്ന് എന്നെ ജയിലിൽ അയക്കാൻ സാർ ഒരുപാട് ബുദ്ധിമുട്ടി. അതിനൊരു പ്രതിപകാരം ഞാൻ ചെയ്യണ്ടേ? ചേട്ടൻ ഒരു പോറൽ പോലും ഏൽക്കുന്നതിന് മുമ്പ് ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. The war is on. ആനന്ദ, വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ വന്നപ്പോഴാ എന്തിനാ അണ്ടർവെയർ വിട്ടുകൊണ്ട് ലോക്കപ്പിൽ കിടക്കുന്ന കാണാനോ? മറ്റുള്ളവർ കഴിവേറിയാലും വേണ്ടില്ല, താൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതിനുവേണ്ടിയല്ലേ എത്ര നിർബന്ധിച്ചിട്ടും പോലീസ് വന്നിട്ട് ആ പേഷ്യന്റിനെ വിട്ടുകൊടുക്കാഞ്ഞത്? വക്കീൽ പറഞ്ഞു അത്ര പേടിക്കാനുള്ള കേസൊന്നും അല്ലെന്ന്. അതേടോ, ചാവാൻ പോകുന്ന രോഗിയോട് ഡോക്ടർമാർ പറയും പേടിക്കാനില്ലെന്ന്. ജീപ്പിൽ പോലീസിനെ നടുക്കിരുത്തി എന്നെ കൊണ്ടുപോകുമ്പോ ജനം തുറച്ചു നോക്കി, ഒരു കള്ളനെ നോക്കുന്ന പോലെ. ഒരു ഞൊടിയിടയിൽ എല്ലാം അവസാനിച്ചെങ്കിലെന്ന് ഞാൻ ആ നിമിഷം ആഗ്രഹിച്ചു. എന്ത് അപരാധമാണ് അതിനോട് ഞാൻ ചെയ്തത്, എന്നെ ഇങ്ങനെ അനുഭവിപ്പിക്കാൻ? സ്റ്റേഷനിൽ പോലീസിന്റെ വക പ്രയോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ആ വലിയ മനുഷ്യൻ ഇടപെട്ടു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ആ വലിയ മനുഷ്യൻ ആരാണെന്ന് ചേട്ടൻ അറിയോ? അയാൾ എന്തിനാണ് ഈ ഒക്കെ എനിക്കറിയാം. അയാൾക്ക് ജയിൽ ശിക്ഷ കിട്ടാൻ നീ കാണിച്ച ഉത്സാഹവും ശിക്ഷ കിട്ടിയതും ഒക്കെ ഇടിക്കുള്ള എന്നോട് പറഞ്ഞു. അവിടെയും നീ നിന്റെ പിടിക്ക് കാണിച്ചു. കഷ്ടം. അയാളുടെ അവസ്ഥ കേട്ടിട്ട് സഹിച്ചില്ല. അയാൾ പറഞ്ഞതൊക്കെ ചേട്ടൻ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു. വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. വെരി ഗുഡ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇക്കാര്യത്തിൽ എത്ര ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം, സ്വന്തം സഹോദരൻ വസ്ത്രമില്ലാതെ ലോക്കപ്പിലിരിക്കുന്ന കണ്ട് ആനന്ദിക്കാൻ മാത്രം അനന്തൻ അധപതിച്ചിട്ടില്ല. യു ആർ സോ ക്രൂവൽ ടു സേ ദാറ്റ്. മോനെ, സാർ ഫോൺ വന്നിട്ടുണ്ട്. ഡോക്ടർ ഇല്ല എന്ന് നമ്മൾ പറയാം അല്ലേ? വേണ്ട. ഓ, ഇടിക്കുളെ തന്റെ ഉദ്ദേശം ആദ്യം ഡോക്ടർ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ താൻ തന്നെയാണ് ജാമ്യത്തിൽ ഇറക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് മാത്രമല്ല, ഇടിക്കുളയെ അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ജേക്കബേ, ഒരിക്കലും മറക്കാനാവാത്തൊരു കടപ്പാട് ഡോക്ടർ നന്ദകുമാർ എന്നോടുണ്ടാകണം. ഒപ്പം ചേട്ടനും അനിനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലും ഉണ്ടാകണം. രണ്ടും നടന്നില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ ഉദ്ദേശം. ഇനിയുമുണ്ട് വേറെ. MBBS പൂർത്തിയാക്കി ബോംബെയിൽ നിന്നും വന്നിരിക്കുന്ന എന്റെ അനിയൻ രഞ്ജിത്തിന് പ്രാക്ടീസ് ചെയ്യാൻ തൽക്കാലം അവന് മദർ ഹോസ്പിറ്റലിൽ ഒരു ജോലി വേണം. ഈ അവസ്ഥയിൽ ഒരു ജോലി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ നന്ദകുമാറിന് അത് നിഷേധിക്കാൻ കഴിയുമോ? രഞ്ജിത്തിന് അവിടെ ഒരു ജോലി എന്തിന്? ജേക്കബേ, ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങാൻ എനിക്ക് ഈസിയായിട്ട് കഴിയും. ഒരു വെടിക്ക് 2 പക്ഷി എന്നല്ലേ താൻ കേട്ടിട്ടുള്ളൂ. ഇടിക്കുളയുടെ വെടിക്ക് പല പക്ഷികൾ വീഴും.
താൻ കണ്ടോ? All right. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അനന്ത, ഇത് ഡോക്ടർ രഞ്ജിത്ത് അബ്രഹാം, മൈ ബ്രദർ ഡോക്ടർ ആനന്ദൻ. ഹലോ. ഹലോ. രഞ്ജിത്ത് ഇടിക്കുള അബ്രഹാമിന്റെ അനിയന. എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ. രഞ്ജിത്ത് ബോംബെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നത്. സ്വന്തമായൊരു ഹോസ്പിറ്റൽ തുടങ്ങാനാ പ്ലാൻ. ഇടയ്ക്കൊരൽപ്പം പ്രാക്ടീസ്. ഇടിക്കുള ഇങ്ങനത്തെ ആവശ്യം എന്നോട് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്? ഒന്നുമില്ലേലും ആപത്തിൽ രക്ഷിച്ച ആളല്ലേ. എനിക്ക് പ്രാക്ടീസ് കുറവ്, നിനക്കാണെങ്കിൽ പേഷ്യൻസ് ധാരാളം. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്ന കാണുമ്പോ ഒരു ഡോക്ടറും കൂടെ ഉള്ളത് നല്ലതല്ലേ? നന്നായി. ഇടിക്കുള ഇബ്രാഹിമിന്റെ അനിയനല്ലേ? എന്തുകൊണ്ട് നന്നായി? എന്നെ തോൽപ്പിക്കണം, അതാണ് ചേട്ടന്റെ ലക്ഷ്യം. അതിനാണ് ഡോക്ടർ രഞ്ജിത്തിനെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ ഇത് അവസാനിപ്പിക്കാൻ. ഞാൻ അവിടുന്ന് പിരിയണം. അയ്യോ, അനന്തം പോയാൽ ആശുപത്രിയുടെ കാര്യം ആകെ അവതാളത്തിലാകും. അതോടെ നാട്ടുകാർ മൊത്തം പറയും ചേട്ടനൊരു ആപത്തുണ്ടായപ്പോൾ അനിയെ ഇട്ടറിഞ്ഞേച്ച് പോയെന്ന്. എന്റെ നേർക്ക് പഴിചാരൻ ചേട്ടന്റെ കയ്യിൽ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. അതൊന്നും തെളിയിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് എന്റെ പരാജയവും. എന്റെ വിധി അല്ല എന്ത് പറയാൻ. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ? എന്റെ ചേട്ടൻ ഉറക്കം നടിക്കുകയാണ്. കുറെ ദിവസമായി മാധവ മനസ്സമാധാനം നശിച്ചിട്ട്. ഞാൻ ഇറങ്ങുന്നു. അനന്തേട്ട ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ആ, മോളുറങ്ങിയോ? ആ, ഉറങ്ങി. നീ എന്തിനാ സമ്മതം ചോദിക്കാനും ക്ഷണിക്കാനും ഒക്കെ നിൽക്കുന്നത്? വളം പറ്റി വിളിച്ചാ പോരായിരുന്നു. എടുത്തു വയ്ക്കടി. ഓട്ടറ. അല്ലെന്ന് In the beginning, there was man. Man was after pleasure. Pleasure was the first sin, and the latest is cobra. കോബ്രയോ? അതെന്താ? ഈയിടെ ബോംബെയിൽ ഇറങ്ങിയ ഒരു പുതിയ ഐറ്റം. ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷനോ ട്രേഡ് നെയിമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരു ലേറ്റസ്റ്റ് ഡ്രഗാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഇത് വളരെ പോപ്പുലറാണ്. ഒരു ആംബ്യൂളിന് ഉദ്ദേശം $45 വില വരും അവിടെ. നമുക്ക് എന്ത് വിലക്ക് വിൽക്കാം? ഉദ്ദേശം 3000 rupees. പിന്നെ സാഹചര്യം പോലെ. ആ വിലക്ക് ഇവിടെ പോവോ? ഇനീഷ്യൽ പുള്ളു കുറയും, പക്ഷേ ഇവനെ ഒരിക്കൽ ഉപയോഗിച്ചാൽ പെട്ടത് തന്നെ. അതിരിക്കട്ടെ, ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ? കസ്റ്റമേഴ്സിനെല്ലാം ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാവോ? നമ്മുടെ ബിസിനസിന് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ ഡോക്ടർ അനന്തൻ നമുക്ക് തടസ്സമാകുമെന്നാ തോന്നുന്നത്. എന്നെ അവിടെ നിയമിച്ചതിന് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്കറിയാം. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ നന്ദകുമാർ ഇപ്പൊ എന്റെ കസ്റ്റഡിയില. ഞാനൊന്ന് ആഞ്ഞു തുമ്മിയാൽ അനന്തൻ തെറിച്ചു പോയിക്കോളും. അച്ചായം ചെയ്യുന്ന ബുദ്ധി തന്നെ ഞാനും ഒന്ന് പ്രയോഗിച്ചു. അവരുടെ ഇടയിലുള്ള ഒരാളെ ഞാൻ എന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നു. അതാരാ? ആള് പുറത്തുണ്ട്. വിശ്വാം. നമസ്കാരം. ആ, ഇയാള് ഡോക്ടർ നന്ദകുമാറിന്റെ അളിയനല്ലേ? ഡോക്ടർ നന്ദകുമാറിന്റെ അളിയൻ എന്നതിനേക്കാളും ഒരു ജനസേവകൻ എന്നറിയപ്പെടുന്നതാ എനിക്കിഷ്ടം. എനിക്ക് ഈ ജനസേവകന്മാരൊക്കെ അത്ര വിശ്വാസം പോരാ. എന്താ, തന്നെ വിശ്വസിക്കാമോ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ സാറേ? ഡോക്ടർ രഞ്ജിത്തില്ലേ? എവിടെ എവിടെ? അല്ല, നമ്മളാരാ? ഐ എം എ മാൻ, എ ഹ്യൂമൻ ബീയിങ്. ഇത് പെശക് കേസാണല്ലോ. വല്ലാണ്ട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നല്ല. In the beginning there was man. Man was after pleasure. Pleasure was the first sin. And the latest is cobra. Cobra. Cobra.
ഡോക്ടറെ ഈ പുതുതായിട്ട് വന്ന ഡോക്ടർ ശരിക്കും ഡോക്ടർ തന്നെയാണോ? അതെന്താ കോയിക്കൊരു സംശയം? എന്റെ ഡോക്ടറെ ഞമ്മക്ക് വല്ലാണ്ട് പേടിയാവണ്. ആകെ ഒരു തിരിമറിച്ചത്. രാത്രിയാകുമ്പോ ഒരു പരിചയമില്ലാത്ത 5-6 ചെറുപ്പക്കാരും കൊണ്ട് വരും. എന്നിട്ട് വാതിലടച്ചിട്ട് രഞ്ജിത്ത് ഡോക്ടറായിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവരാരാണ്, എന്താണ്, എന്തിനാണ് വരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വയ്യാണ്ടാണ് വരിക. ഇങ്ങനെ 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 തിരിച്ചു പോകുമ്പോ പട്ടി ഒഴിക്കണ കോയക്കവിടെ ഡ്യൂട്ടി ഇല്ലേ? ഉണ്ട്. ചെല്. അല്ല അപ്പൊ നമ്മൾ പറഞ്ഞത് അതൊക്കെ കോയക്ക് തോന്നിയതാവും. ചെല്. എന്തായാലും നമ്മളത് കണ്ടുപിടിച്ചു. രാത്രിയാകുമ്പോ ഒരു പരിചയമില്ലാത്ത 5-6 ചെറുപ്പക്കാരും കൊണ്ട് വരും. ആരാ നിങ്ങള്? ഈ അസമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? ചോദിച്ച കേട്ടില്ലേ? ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ്. ആദ്യം ചോദിച്ചതിന് സമാധാനം പറയണം. ക്ലോസ് ദ ഡോർ. എന്തിനാ നീ ഇവിടെ വന്നത്? പറയാൻ. ഡോക്ടർ സർ, പാവം അവനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവനെ വെറുതെ വിട്ടേക്ക്. എന്റെ പേഷ്യന്റാ. ആരുടെ പേഷ്യന്റ് ആയാലും എന്താ? ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറയണം. പറഞ്ഞില്ലെങ്കിൽ ബ്ലഡി റാസ്കൽ, നിന്റെ തന്തയുടെ വകയാണോ ഈ ഹോസ്പിറ്റലിൽ? നിന്റെ ഇഷ്ടത്തിന് നടക്കാൻ താൻ ആരതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയണോ നിനക്ക്? അറിയണോ? അറിയണോന്ന്? ഡോക്ടർ, ആ കുട്ടിക്ക് വളരെ സീരിയസ് ആണ്.
ഓടിപ്പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു. ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് ബഹളം വയ്ക്കാതെ ദയവ് ചെയ്ത് എല്ലാരും പിരിഞ്ഞു പോണം. ഇത് ആശുപത്രിയല്ല, ചുടുകയാണ്. കൊച്ചുകുട്ടികളുടെ ജീവൻ മലപ്പെടുത്തിയാണ് നീ ആശുപത്രി നടന്നത്. ഇറക്കി വിടുന്നേ. അതിന് കുട്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പോഴും സുഖമായിട്ട് ജീവനോടെ ഇരിക്കുകയല്ലേ. അപ്പൊ മരിക്കാത്തതാണ് വിഷമല്ലേ? തക്ക സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ മറുമരുന്ന് കൊടുത്തതുകൊണ്ട് ജീവനെങ്കിലും തിരിച്ചു കിട്ടി. ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. അടച്ചു കൂട്ടാ ഹോസ്പിറ്റലിൽ. എന്താ പ്രശ്നം എന്താന്ന് പറയൂ. നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കൂ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിൽ ഈ വിഷയം ഇവിടെ ഉണ്ടല്ലോ. പറയൂ എന്താ പ്രശ്നം? നിങ്ങൾ ഈ ആശുപത്രി ഇടയിൽ ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ നേരിടേണ്ടത് ഡോക്ടർ അനന്തനെയാണ്. അതുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. താൻ ഈ പ്രശ്നം സീരിയസ് ആയി ചിന്തിക്കണമെന്നില്ല. അത് അനന്തം പരിഹരിച്ചോളൂ. ഓ, അനന്തം പരിഹരിച്ചിട്ടാണല്ലോ ആശുപത്രി ഈ വഴിയായത്. എങ്ങനെ നടന്നിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. തന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചോ? പിന്നെ താൻ വിളിച്ചിട്ടാണോ ഇവരെല്ലാം വന്ന്? ആ രഞ്ജിത്ത് ഡോക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ കുഞ്ഞിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. ഇവരൊക്കെ വ്യാജ ഡോക്ടർമാരാ. അതാ മരുന്ന് മാറി കുത്തിവെച്ചത്. നോ, ഇതല്ല ഞാൻ പറഞ്ഞ മരുന്ന്. ഐ പ്രിസ്ക്രൈബ്ഡ് മാഗ്നമൈസിൻ. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ഡോക്ടർ ഈ മരുന്ന് തന്നെ എഴുതി തന്നത്. ഡോണ്ട് ടോക്ക് റബ്ബിഷ്. 10-12 വർഷമായി ഞാൻ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് തെറ്റ് പറ്റില്ല, ഉറപ്പാ. ഏത് ദൈവത്തെ പിടിച്ചു വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഡോക്ടർ പറഞ്ഞത് Shut up, you dirty bitch. അനന്ത, പെണ്ണുങ്ങളോട് വേണ്ട നിന്റെ പരാക്രമം. അത്രയും ശ്രദ്ധയുള്ള ആളായിരുന്നു നിനക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് ചെക്ക് ചെയ്യാമായിരുന്നില്ലേ? ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫിൽ നിന്ന് ഒരു ചതി പ്രതീക്ഷിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാണ്. വേണ്ട, എന്തെങ്കിലും ഉത്തരം പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. അതിബുദ്ധിമാനാണെന്ന് സ്വയം വിചാരിക്കുന്നവർക്കും തെറ്റുകൾ പറ്റുമെന്ന് അറിയാമല്ലോ. അന്നൊരു അതിബുദ്ധി നീ കാണിച്ചതിന് ജയിലിൽ പോയത് ഞാനാ. അന്ന് ഇയാളുടെ ചേട്ടൻ രക്ഷിച്ചു, ഇന്ന് ഇയാൾ രക്ഷിച്ചു. അല്ലെങ്കിൽ ചേട്ടനും അനിയനും കമ്പി എണ്ണിനെ കൊലക്കുറ്റത്തിന്. നിനക്ക് ഇവരെ കുറിച്ച് പറയുന്നത് ഇഷ്ടമാവില്ലല്ലോ. ഇഷ്ടമാവില്ല. അന്നും അതെ ഇന്നും അതെ. ഡോക്ടർ നന്ദകുമാരൻ രക്ഷിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. ഭംഗിയായി കുരുക്കുകയാണ്. യു ആർ ഇൻ എ ട്രാപ്പ്, എ ഡേഞ്ചറസ് ട്രാപ്പ്. ഇറ്റ് വിൽ ബി ടു ലേറ്റ് വെൻ യു റിയലൈസ് ഇറ്റ്. പിന്നെ ആളും തരവും നോക്കി വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യില്ല. അതൊക്കെ താ അവിടെ പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വേണ്ട. ഇന്ന് ഹോസ്പിറ്റലിൽ നടന്ന എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? നാണക്കേട്. അഹങ്കാരം തലക്കി പിടിച്ചാ മനുഷ്യൻ ഇതുപോലെ പലതും പറയും, പെരുമാറും. അതെ, ഞാൻ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. എന്താ തിരുത്താൻ ഭാവമുണ്ടോ? ഹോ, തന്നെ തിരുത്താൻ ഈ ഭൂലോകത്ത് ആരെ കൊണ്ട് കഴിയില്ല. എങ്കിൽ അടങ്ങിയിരിക്കണോ അവിടെ? അനന്തന്റെ അട്ടഹാസം എന്റെ ചേട്ടന്റെ അടുത്ത് വേണ്ട. വേണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പറയാനോട്. അങ്ങനെ ആരും എന്നെ ഇറക്കിവിടാന്നൊന്നും കരുതണ്ട. നീ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ അനുഭവിക്കുന്ന എന്റെ പെങ്ങളാ. അത് ഞാൻ ചോദിക്കും. ഈ വീട്ടിലെ പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ ഇടപെടണമെന്നില്ല. ഇറങ്ങി വെളിയില് ഇറങ്ങി പോടാം. അനന്ത, നീ ചെയ്തത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിനക്ക് സഹിക്കില്ല. പക്ഷെ എന്റെ തെറ്റ് ചൂണ്ടി കാണിച്ചപ്പോഴൊക്കെ തലകുനിച്ചെന്നുള്ള ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. നിനക്ക് നടുറോടി പോലീസുകാരനെ നെഞ്ചത്ത് കയറാം, വക്കീലിനെ ചീത്ത വിളിക്കാം, പത്രക്കാരനെ മെക്കിട്ട് കയറാം. നിന്നെ എതിർത്തവരൊക്കെ നിന്റെ വായി തോന്നി എന്തും വിളിക്കാം. പക്ഷെ നിനക്കെതിരെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല. നീ ആരാണ് നിന്റെ വിചാരം? എ സൂപ്പർ ഹ്യൂമൻ? Who the hell do you think you are? ചേട്ടാ മതി, that's enough. കുറെ നാളായി ഞാൻ ഈ ടോർച്ചർ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇനി വയ്യ. തെറ്റെന്ന് 1,00,000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാലും ശരി ഒരിക്കലും തെറ്റാകാൻ പോകുന്നില്ല. എനിക്ക് ശരിയും തോന്നിയിട്ടുള്ളത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങളുടെ തല കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധം കൊണ്ടാണ്. ഞാൻ തെറ്റുകാരനാണെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ തല നിവർത്തി നിൽക്കുന്നത് എന്റെ മനസ്സിൽ കുറ്റബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരിക്കലും വേണ്ടിവരില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കൂല. കൊലപാതകയ്ക്ക് പോലും തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമം അവസരം നൽകുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ